ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ്. അതായത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. നമുക്കറിയാം, നമ്മുടെ എക്സാമിന് വളരെ സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തരത്തിലുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ്. കാരണം +2കാരുടെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാം സിമ്പിളായിരുന്നു. അതേപോലെ തന്നെ +1കാരുടെയും ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളായിരിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പറയുമ്പോൾ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ചാപ്റ്റർ ഒന്നുമില്ല. എന്നിരുന്നാലും ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക. അതായത് ലാംഗ്വേജ് ആണല്ലോ, നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കൊന്നും വേണ്ട. എന്നിരുന്നാലും അതിൽ നിന്ന് ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതേപോലെ തന്നെ ഐ വിൽ ഫ്ലൈ, പിന്നെ ആൻഡ് ദെൻ ഗാന്ധി കെയിം, ഇഫ്, ഡെത്ത് ദ ലെവലർ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ദ സറാങ് ഓഫ് റാണാഗഞ്ചി. ഓക്കെ, ഏകദേശം ഈ ഒരു ചാപ്റ്റേഴ്സാണ് 7 ചാപ്റ്റേഴ്സായി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയാണ്. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു സമ്മറിയും കൂടെ നോക്കുക. എസ്പെഷ്യലി നമുക്ക് ഫുൾ മാർക്ക് വേണം എന്ന് താല്പര്യമുള്ളവർ ഈ പറയപ്പെട്ട ചാപ്റ്റേഴ്സ് എന്തായാലും ലൈൻ ബൈ ലൈൻ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 1 വേർഡ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ ഒരു റിസ്ക്കില്ലാതെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയപ്പെട്ട ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. പിന്നെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നൊരു ചാപ്റ്ററും കൂടി കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനൊക്കെ നമുക്ക് 1 വേർഡൊക്കെ നമ്മളെ ലോക്കാക്കുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട ചാപ്റ്റേഴ്സ് ലൈൻ ബൈ ലൈൻ നോക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റേതായ രീതിയിൽ എന്ത് ചെയ്യുക നോക്കുക. പിന്നെ റൈറ്റേഴ്സിൻ്റെ പേരൊക്കെ എല്ലാ ചാപ്റ്റേഴ്സിനും നല്ലൊരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു മാർക്ക് നമുക്ക് എന്ത് പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിവേ, താങ്ക് യു.